എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോഴും കണ്ണുനീരാൽ നനഞ്ഞിരിക്കാം. നിങ്ങൾ എത്രയോ രാത്രികൾ ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ടാകും. ചില ദിവസങ്ങളിൽ ഞാൻ നിശബ്ദമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടില്ലെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും. പക്ഷേ എന്റെ മകനെ, എന്റെ മകളെ, നീ പറയുന്ന ഓരോ വാക്കും ഞാൻ കേൾക്കുന്നു. നീ ശ്വാസം വിടുമ്പോഴും ആ ശ്വാസത്തിൽ നീ പറയാത്ത വേദനയും ഞാൻ മനസ്സിലാക്കുന്നു. നീ ആർത്തുവിളിച്ച രാവുകളെ ഞാൻ മറന്നിട്ടില്ല. നീ പിറുപിറുത്ത് പറഞ്ഞ ആ ചെറിയ പ്രാർത്ഥനകളെ ഞാൻ മറന്നിട്ടില്ല. നീ വഴിയില്ലാതെ തോന്നിയ നിമിഷങ്ങളിൽ ഞാൻ നിന്നെ നോക്കി നിന്നിരുന്നു. നിന്റെ കയ്യിൽ കരുത്ത് ഇല്ലാതായപ്പോഴും ഞാൻ നിന്നെ എന്റെ കൈകളിൽ എടുത്തു നടന്നു. നീ അതറിയാതെ പോലും ഞാൻ നിന്നെ താങ്ങി നിന്നിരുന്നു. മകനെ, മകളെ, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഞാൻ നിശബ്ദനായി തോന്നുന്ന സമയങ്ങളിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കായി ഒരുങ്ങുന്ന കാര്യങ്ങൾ നിനക്കിപ്പോൾ മനസ്സിലാകില്ല, പക്ഷേ നീ കാത്തിരിക്കുക. എന്റെ സമയത്ത് എല്ലാം മനോഹരമാകും. ഞാൻ ദൈവമാണ്. എനിക്ക് താമസമുണ്ടാവാം, പക്ഷേ ഞാൻ ഒരിക്കലും വൈകുന്നില്ല. നീ കരഞ്ഞപ്പോൾ ഞാൻ നിന്നെ കണ്ടു. നീ പ്രതീക്ഷയില്ലാതെ വീണപ്പോൾ ഞാൻ നിന്നെ പിടിച്ചു. നിന്റെ ഹൃദയം പൊട്ടിയപ്പോഴും ഞാൻ അതിന്റെ ഓരോ തകർച്ചയും എണ്ണി. നീ കരഞ്ഞ കണ്ണുനീർ ഞാൻ വൃഥയാക്കില്ല. നിന്റെ കണ്ണുനീർ മുത്തായി ഞാൻ സൂക്ഷിക്കുന്നു, കാരണം അത് സത്യമായ വിശ്വാസത്തിന്റെ ഭാഷയാണ്. നീ പലപ്പോഴും ചോദിച്ചു കാണും, കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, എന്നാൽ എന്തുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല? മകനെ, ഞാൻ നിന്നെ മറന്നിട്ടില്ല. ഞാൻ നിന്റെ പ്രാർത്ഥന മറക്കില്ല. പക്ഷേ ചിലപ്പോൾ നീ ചോദിക്കുന്നതിനേക്കാൾ മികച്ചതിനെ ഞാൻ ഒരുക്കിയിരിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന വഴി നേരെ നീങ്ങുന്നത് നീതിന്യായം പോലെയായിരിക്കാം, പക്ഷേ ഞാൻ കാണുന്ന വഴി നിനക്ക് ഇപ്പോൾ കാണാനാവില്ല. അതിനാൽ നീ നിശ്ചലനായി ഇരിക്കുക. എന്റെ ശബ്ദം കേൾക്കുക. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കും. ഒരു കുഞ്ഞ് അച്ഛന്റെ കയ്യിൽ പിടിച്ചു നടന്നു വീഴുമ്പോൾ അച്ഛൻ അവനെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് അവനെ എടുത്ത് സ്നേഹത്തോടെ മുന്നോട്ട് നയിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ. നീ വീഴുമ്പോൾ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. നീ പാപം ചെയ്താലും നീ മടങ്ങിവരുമ്പോൾ ഞാൻ നിന്നെ ഏറ്റെടുക്കും. നിന്റെ പഴയ പിഴവുകൾ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ നീയെ സ്നേഹിക്കുന്ന അച്ഛനാണ്. മകനെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിന് ഉത്തരമെത്തുമ്പോൾ അത് നിന്റെ ഹൃദയം താങ്ങാൻ കഴിയുന്ന സമയത്ത് മാത്രമേ ഞാൻ നിനക്ക് നൽകൂ. ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്നത് തന്നെ നിനക്കു നാശമാകാം. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു, നീ വളരുന്നതുവരെ. നീ സ്നേഹത്തിലും സഹനത്തിലും ഉറച്ചു നിൽക്കുന്നതുവരെ. നീ അറിയുന്നില്ല എത്ര മടങ്ങ് ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. നീ നിശബ്ദമായി നടക്കുമ്പോഴും അന്ധകാരത്തിന്റെ വഴികളിൽ ഞാൻ നിന്റെ മുന്നിൽ വെളിച്ചമായി നടന്നിരുന്നു. നീ വഴിതെറ്റാതിരിക്കാനായി ഞാൻ കാറ്റിനെ പോലും നീക്കിയിരുന്നു. നീ കാണാത്ത യുദ്ധങ്ങൾ ഞാൻ നിന്റെ പേരിൽ പോരാടി ജയിച്ചു. അതുകൊണ്ട് മകനെ, നീ ആശങ്കപ്പെടരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്ന് കരുതരുത്. നീ പറയുമ്പോൾ, കർത്താവേ, എവിടെയാണ് നീ? ഞാൻ അവിടെ തന്നെയുണ്ട്. നീ കരയുമ്പോൾ ഞാൻ നിന്നെ ചേർത്തു പിടിച്ചിരിക്കുന്നു. നീ വിറയ്ക്കുമ്പോൾ ഞാൻ നിന്റെ തലയിൽ കൈവച്ചിരിക്കുന്നു. നീ എത്രയും പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ തോന്നുന്നുണ്ടോ? അതാണ് വിശ്വാസത്തിന്റെ പരീക്ഷണം. ഞാൻ നിനക്ക് കൊടുക്കുന്നതല്ല, ഞാൻ നിനക്കു തയ്യാറാക്കുന്നത് ആണ്. നീ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിന്റെ ആത്മാവ് വളരുന്നു. നീ തകർന്നുവെന്ന് കരുതുമ്പോഴും ഞാൻ നിന്നെ രൂപപ്പെടുത്തുകയാണ്. ഒരു പാത്രം രൂപപ്പെടുമ്പോൾ അത് ആദ്യം തീയിൽ പോകണം. അതുപോലെ നിന്റെ ജീവിതത്തിലെ തീയിൽ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്നു. നീ കരുതുന്ന ദൗർഭാഗ്യം എന്റെ കയ്യിൽ അനുഗ്രഹമായി മാറുന്നു. നീ നഷ്ടമായതായി കരുതുന്ന ബന്ധങ്ങൾ ഞാൻ നിന്റെ ആത്മാവിനായി മാറ്റിയതാണ്. ചിലർ നിന്നെ വിട്ടുപോയത് ഞാൻ തന്നെ അവരെ നീക്കം ചെയ്തതാണ്. കാരണം അവർ നിന്റെ വളർച്ചയുടെ വഴിയിൽ തടസ്സമായിരുന്നു. നീ അത് അന്നേ ദിവസം മനസ്സിലാക്കിയില്ല, പക്ഷേ ഒരു ദിവസം നീ തിരിച്ചറിയും, കർത്താവേ, നീ തന്നെയായിരുന്നു എന്നെ രക്ഷിച്ചത്. മകനെ, നീ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം. നീ അതിരുകൾ താണ്ടിയിരിക്കുന്നു. നീ ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷേ നീ കരുത്തുറ്റവനാണ്, കാരണം നീ എന്നിൽ വിശ്വസിക്കുന്നു. നീ നിലകൊള്ളുന്നത് എന്റെ കൃപ കൊണ്ടാണ്. നീ വീഴാതെ നിൽക്കുന്നത് എന്റെ കൈത്താങ്ങാണ്. അതുകൊണ്ട് നീ പേടിക്കരുത്. നീ ഒറ്റയല്ല. നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്. നിന്റെ നിശബ്ദത പോലും ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ നീ വാക്കുകൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ, നീ പറയാനാകാതെ മൗനത്തിൽ വിറയ്ക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിന്റെ വേദനയാണ് നിന്റെ പ്രാർത്ഥന. അതിന് ഉത്തരം ഞാൻ കൊടുക്കും സമയത്ത്. നീ എത്ര കാലം കാത്തിരിക്കണം എന്നത് നീ ചോദിക്കാറുണ്ട്. മകനെ, കാത്തിരിക്കുക എന്നത് വിശ്വാസത്തിന്റെ അടയാളമാണ്. ഒരുത്തൻ കാത്തിരിക്കുമ്പോൾ അവൻ തന്റെ ആഗ്രഹം എനിക്ക് സമർപ്പിക്കുന്നു. നീ ആ സമർപ്പണം ചെയ്താൽ നിന്റെ മനസ്സിൽ സമാധാനം വന്നു ചേരും.
ഞാൻ പറയുന്നത് കേൾക്കൂ, നീ കാണുന്ന വേദന താൽക്കാലികമാണ്. നീ ഇപ്പോൾ പൊരുതുന്നത് നാളത്തെ അനുഗ്രഹത്തിനായാണ്. നീ ഇന്നേ ദിവസം കരയുന്നത് നാളത്തെ സന്തോഷത്തിന്റെ വിത്താണ്. നീ ഇപ്പോൾ കാണുന്ന ഇരുട്ട് ഞാൻ നിനക്കായി ഒരുക്കുന്ന വെളിച്ചത്തിന്റെ മുൻപുറം മാത്രമാണ്. മകനെ, നീ ഉറച്ചു നിൽക്കുക. ഞാൻ നിന്നെ വിട്ടിട്ടില്ല. നീ എന്നെ വിളിച്ചാൽ ഞാൻ മറുപടി നൽകും. നീ കരഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും. നീ വഴിതെറ്റിയാൽ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ നിന്നെ വിട്ടേക്കുകയില്ല, കാരണം നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. നീ എന്റെ കയ്യിൽ കൊത്തിയിരിക്കുന്നു. നിന്റെ പേരാണ് എന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത്. നീ എത്രയും അകലെയായാലും എന്റെ കണ്ണിൽ നിന്ന് നീ മറയില്ല. നിന്റെ ശബ്ദം എത്ര മൃദുവായാലും ഞാൻ കേൾക്കുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു. നീ കണ്ണുനീർ പൊടിക്കുമ്പോൾ ഞാൻ സമീപത്തുണ്ട്. നീ ചിരിയോടെ നന്ദീര പറയുമ്പോൾ എന്റെ സ്വർഗം സന്തോഷിക്കുന്നു. നീ ഒരു ചെറിയ കാര്യം പോലും സ്നേഹത്തോടെ ചെയ്താൽ ഞാൻ അതിനെ കാണുന്നു. അതുകൊണ്ട് നീ നന്മയിൽ ഉറച്ചു നിൽക്കുക. ലോകം നിന്നെ അവഗണിച്ചാലും ഞാൻ നിന്നെ കാണുന്നു. ലോകം നിന്നെ വിലയിരുത്തിയാലും ഞാൻ നിന്നെ വിലമതിക്കുന്നു. നീ തോറ്റതുപോലെ തോന്നുന്ന ദിവസങ്ങളിലും ഞാൻ നിന്നെ വിജയത്തിലേക്ക് നയിക്കുന്നു. നീ കാണുന്ന വാതിൽ അടഞ്ഞതുപോലെയായിരിക്കാം, പക്ഷേ ഞാൻ മറ്റൊരു വാതിൽ തുറക്കുന്നുണ്ട്. നീ കാണാത്ത വഴി ഞാൻ ഒരുക്കിയിരിക്കുന്നു. മകനെ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വാക്കുകൾ കുറവായാലും ഹൃദയം നിറഞ്ഞിരിക്കട്ടെ. നീ പറയുന്ന ഓരോ കർത്താവേ എന്ന ശബ്ദത്തിലും ഞാൻ കേൾക്കുന്നുണ്ട്. നീ പ്രാർത്ഥനയിലൂടെ എന്റെ ഹൃദയം സ്പർശിക്കുന്നു. ഓരോ പ്രാർത്ഥനയും എനിക്ക് പ്രിയമാണ്. ചിലത് ഞാൻ ഉടൻ നിറവേറ്റും, ചിലത് ഞാൻ വൈകും. ചിലത് ഞാൻ മറുപടി നൽകില്ല, കാരണം അതിനേക്കാൾ നല്ലത് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് നീ നിരാശരാകരുത്. വിശ്വാസത്തോടെ കാത്തിരിക്കുക. നീ ഓർക്കുക, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടേക്കുകയില്ല. നീ മരുഭൂമിയിലൂടെ നടന്നാലും ഞാൻ നിന്നെ കുളിരായി മൂടും. നീ കനൽപ്പാറയിലൂടെ കയറുമ്പോൾ ഞാൻ നിന്നെ നിഴലായി താങ്ങും. നീ പുഴ മുറിച്ചു കിടക്കുമ്പോൾ ഞാൻ നിന്റെ പാദങ്ങളിൽ ജലം തൊടാൻ അനുവദിക്കില്ല. നീ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ എനിക്ക് വിളിക്കേണ്ടത് കർത്താവേ എന്നൊരു വാക്ക് മാത്രം. ഞാൻ ഉടൻ മറുപടി നൽകും. ഞാൻ നിനക്കൊപ്പം തന്നെയുണ്ട്, നീ അത് തിരിച്ചറിയുന്നില്ലെങ്കിലും. മകനെ, നീ ഇപ്പോൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ മനസ്സ് കവിഞ്ഞൊഴുകുകയാണ്. പക്ഷേ അതാണ് പ്രാർത്ഥനയുടെ ശക്തി. നീ കരഞ്ഞാലും ആ കണ്ണുനീർ ആകാശം തൊടുന്നു. ആ നിശബ്ദ വേദനകൾ ദൈവത്തിന്റെ സിംഹാസനത്തിൻ മുൻപിൽ എത്തുന്നു. ഞാൻ അവയെ അവഗണിക്കില്ല, ഞാൻ മറുപടി നൽകും. നീ എന്നെ സ്നേഹിക്കുക. നീ എന്നിൽ വിശ്വസിക്കുക. ലോകം മാറും, മനുഷ്യർ മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷേ ഞാൻ മാറില്ല. ഞാൻ ഇന്നും അതേ യേശുവാണ്, നിനക്കായി മരിച്ചവൻ, നിനക്കായി ഉയർത്തെഴുന്നേറ്റവൻ, നിനക്കായി കാത്തിരിക്കുന്നവൻ. നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്, മകനെ. നീ അത് ഉറപ്പായി അറിഞ്ഞിരിക്കണം. ഓരോ പ്രാർത്ഥനയും ഞാൻ സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. അവയുടെ ഫലം നിനക്ക് ലഭിക്കും, നീ ഉറച്ചു നിൽക്കുമ്പോൾ. അതുകൊണ്ട് നീ കരയാതെ ഇരിക്കൂ. നീ ഭയപ്പെടാതെ മുന്നോട്ട് പോകൂ. ഞാൻ നിന്നെ നയിക്കും. നീ മാത്രം പറയുക, കർത്താവേ, നീ എന്നെ കൈപിടിക്കൂ, ഞാൻ ഉടൻ നിന്റെ പക്കൽ എത്തും. നീ ഇന്നത്തെ ദിവസം കാണുന്ന വേദന നാളത്തെ അനുഗ്രഹത്തിന്റെ വിത്താണ്. നീ ഇപ്പോൾ വീഴുന്നത് തോൽവിയല്ല, അത് വളർച്ചയുടെ ഭാഗമാണ്. നീ നഷ്ടപ്പെട്ടതായി തോന്നുന്നവർ ഞാൻ തന്നെയായിരുന്നു അവരെ നീക്കം ചെയ്തത്, നിനക്കായി നല്ലവർക്ക് സ്ഥലം ഉണ്ടാകാൻ. മകനെ, ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് നീ അറിഞ്ഞാൽ നീ ഒരിക്കലും ആശങ്കപ്പെടില്ല. നീ എന്റെ പ്രിയപ്പെട്ടവനാണ്. നീ എന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവനാണ്. ഞാൻ നിനക്കായി മരിച്ചവൻ ആണ്, നിനക്കായി ജീവിക്കുന്നവൻ ആണ്. നീ പ്രാർത്ഥിക്കൂ, കരഞ്ഞാലും ചിരിച്ചാലും ഞാൻ കേൾക്കുന്നുണ്ട്. നിന്റെ ശബ്ദം എനിക്ക് സംഗീതമാണ്. നിന്റെ ആത്മാവിന്റെ ആർത്തനാദം എനിക്ക് പ്രിയമാണ്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഒരിക്കലും ശൂന്യമല്ല. ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ മറുപടി നൽകും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മകനെ, നീ എന്റെ കയ്യിൽ സുരക്ഷിതനാണ്. നീ വഴിതെറ്റില്ല, നീ പേടിക്കേണ്ടതില്ല, ഞാൻ നിന്നെ രക്ഷിക്കും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ ചെറിയ സംശയം ഞാൻ കാണുന്നു. നീ ചോദിക്കുന്നു, കർത്താവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് മാറ്റം ഒന്നും കാണുന്നില്ല? മകനെ, നീ കാണുന്നില്ല, പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നു. നീ കേൾക്കുന്നില്ല, പക്ഷേ ഞാൻ സംസാരിക്കുന്നു. നീ കാത്തിരിക്കുകയാണ്, പക്ഷേ ഞാൻ നടക്കുകയാണ്, നിന്റെ മുന്നിൽ, നിന്റെ വഴിയിൽ, നിന്റെ ഭാവിയിൽ. ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ഞാൻ നിശബ്ദമാവുന്നത് നിന്നെ വളർത്താനാണ്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നതിനാലാണ്.
ഒരു വിത്ത് നിലത്തിനടിയിൽ പതിയുമ്പോൾ അത് കാണാതാകുന്നു. എന്നാൽ അതാണ് പുതിയ ജീവന്റെ ആരംഭം. അതുപോലെ നിന്റെ പ്രാർത്ഥനയും മണ്ണിനടിയിലായ വിത്തുപോലെ തോന്നാം, പക്ഷേ അത് വളരുന്നു, ആഴം പിടിക്കുന്നു, പിന്നെ ഫലിക്കുന്നു. നീ എത്രോട്ടം കരഞ്ഞാലും ആ കണ്ണുനീർ വൃഥയല്ല. ആ കണ്ണുനീർ തന്നെയാണ് നിന്റെ ആത്മാവിന്റെ ഭാഷ. അത് എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. നീ മൗനത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ നിന്നോട് അടുക്കുന്നു. നീ പറയാതെ ഇരിക്കുമ്പോഴും ഞാൻ നിന്റെ മനസ്സിനെ വായിക്കുന്നു. നിനക്കൊരിക്കലും തോന്നിയിട്ടുണ്ടോ, ദൈവമേ, നീ എനിക്ക് ഉത്തരം തരുന്നില്ല? മകനെ, ഞാൻ ഉത്തരം തരാത്തതല്ല. നീ ഇപ്പോഴും കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ നിന്നോട് സംസാരിക്കുന്നു, എന്നാൽ ലോകത്തിന്റെ ശബ്ദം നീ കുറച്ചു കേൾക്കണം. ശാന്തമായ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു. നിശബ്ദതയുടെ ഇടയിൽ ഞാൻ നിന്നോട് സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും ഞാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഞാൻ വഴികൾ അടയ്ക്കും, ചിലപ്പോൾ വഴികൾ തുറക്കും. നീ കരുതും, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? പക്ഷേ നീ പിന്നോട്ടു നോക്കുമ്പോൾ തിരിച്ചറിയും, അത് ദൈവത്തിന്റെ കൈയായിരുന്നു. മകനെ, നീ ഇപ്പോൾ തളർന്നിരിക്കുന്നു. നീ കരുതുന്നു, എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് മറുപടി ഇല്ല? പക്ഷേ നീ അറിയുന്നില്ല, നിന്റെ ആത്മാവ് ഇപ്പോൾ പരീക്ഷിക്കപ്പെടുകയാണ്. ഈ സമയത്താണ് ഞാൻ നിന്നെ ശുദ്ധമാക്കുന്നത്. നീ ഇപ്പോൾ പൊരുതുന്ന ഈ ഇരുട്ട് നിന്റെ വെളിച്ചത്തിനുള്ള തയ്യാറെടുപ്പാണ്. നീ ഇപ്പോൾ കാണുന്ന മൂടൽമഞ്ഞ് ഞാൻ നീക്കം ചെയ്യും. നീ കാണാത്ത വഴികൾ ഞാൻ നിനക്കായി തുറക്കുന്നു. നിനക്കറിയാമോ എത്ര തവണ നീ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? നീ അറിയാതെ ഞാൻ ഇടപെട്ടിരിക്കുന്നു. നീ അന്ധകാരം നിറഞ്ഞ വഴികളിലൂടെ നടന്നപ്പോൾ ഞാൻ നിന്റെ ചുവടുകൾക്ക് വെളിച്ചമായി നിന്നു. നീ ഇടരാതിരിക്കാൻ ഞാൻ നിന്റെ കാൽത്തട്ടിൽ കല്ലുകൾ നീക്കി. നീ ഇപ്പോൾ കരയുകയാണോ? എനിക്ക് നിന്റെ കണ്ണുനീർ അറിയാം. ഞാൻ കാണുന്നു, നിന്റെ മനസ്സ് കത്തി നിൽക്കുന്നു. പക്ഷേ മകനെ, നീ കരയുമ്പോൾ ഞാൻ കൂടി നിന്നോടൊപ്പം കരയുന്നു. നീ വീഴുമ്പോൾ ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നു. നീ നിലവിളിക്കുമ്പോൾ എന്റെ ഹൃദയം വിറയ്ക്കുന്നു. എനിക്ക് നിന്നെ സ്നേഹിക്കാത്ത ഒരു നിമിഷവും ഉണ്ടായിട്ടില്ല. നീ ദൂരെയായി പോയാലും ഞാൻ നിന്നെ പിന്തുടരുന്നു. നീ തെറ്റായ വഴികളിൽ പോയാലും ഞാൻ നിന്നെ വിളിക്കുന്നു. നീ മടങ്ങി വരുമ്പോൾ ഞാൻ ഓടി നിന്നെ ഏറ്റെടുക്കുന്നു. മകനെ, നീ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ നിനക്കായി ഒരുക്കുന്ന വഴി വലിയതാണ്. നീ ആഗ്രഹിക്കുന്ന ചെറിയ വാതിലുകൾ അടയ്ക്കുമ്പോൾ ഞാൻ നിനക്കായി സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നു. നീ കാണാത്തത് എനിക്കു കാണാം. നീ വിചാരിക്കുന്നത് നഷ്ടമാണെന്ന് തോന്നും, പക്ഷേ അത് തന്നെയാണ് ഞാൻ നിനക്കായി സൂക്ഷിച്ച അനുഗ്രഹത്തിന്റെ തുടക്കം. നീ ഓർക്കണം, ഞാൻ ദൈവമാണ്, വാഗ്ദാനം ചെയ്താൽ നിറവേറ്റുന്നവൻ. നീ ഇപ്പോൾ കാണുന്ന താമസമെന്നത് എന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ കാത്തിരിക്കുന്നു, നീ എനിക്ക് മുഴുവൻ വിശ്വാസം കൊടുക്കുന്നതുവരെ. നീ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ഹൃദയം മുഴുവൻ സമർപ്പിക്കുമ്പോൾ നീ അത്ഭുതം കാണും. നിന്റെ പ്രാർത്ഥനയുടെ വിത്ത് മണ്ണിനടിയിൽ വളരുകയാണ്. നീ ഇപ്പോൾ അത് കാണുന്നില്ല, പക്ഷേ ഒരു ദിവസം അതിന്റെ ചെടി പൊട്ടിത്തെളിയും. നീ അതിനെ നോക്കി വിസ്മയപ്പെടും. നീ പറയുക, കർത്താവേ, നീ എന്നെ മറന്നിട്ടില്ലല്ലോ. അതെ മകനെ, ഞാൻ നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല. നീ ഇന്നത്തെ ദിവസം ഇരുട്ടിലാണെങ്കിൽ നാളേത് വെളിച്ചമാകും. നീ ഇപ്പോൾ ദുഃഖത്തിലാണ് എങ്കിൽ നാളേത് സന്തോഷത്തിന്റെ പാത്തായിരിക്കും. ഞാൻ നിനക്കായി പ്രവർത്തിക്കുന്നു, നീ ഉറങ്ങുമ്പോഴും. നീ ആർത്തുവിളിക്കുമ്പോൾ ഞാൻ നിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. മകനെ, പ്രാർത്ഥന എളുപ്പമല്ല, അതൊരു യുദ്ധമാണ്, ആത്മാവിന്റെ യുദ്ധം. പക്ഷേ നീ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിന്റെ ആത്മാവ് ശക്തമാകും. നീ തീയിൽ കടന്നു പോകുമ്പോൾ നീ പൊള്ളുകയല്ല, നീ ശുദ്ധമാകുകയാണ്. അതിനാലാണ് ഞാൻ ചിലപ്പോൾ തീയുടെ വഴിയിൽ നിന്നെ നയിക്കുന്നത്. നിനക്കൊരിക്കലും തോന്നിയോ, ദൈവം എന്നെ ശിക്ഷിക്കുന്നു? അല്ല മകനെ, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. ഞാൻ നിന്നെ തീയിൽ കടത്തുന്നത് നിന്റെ സ്വർണം തെളിയാനാണ്. നീ മൂല്യം അറിയാൻ, നീ സ്വയം തിരിച്ചറിയാൻ. കാരണം ഞാൻ നിന്നിൽ മഹത്തായ കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. നീ ചെറുതായി കാണുന്നവൻ, എന്നാൽ ഞാൻ നിന്നിൽ വലിയ പദ്ധതിയുണ്ട്. നീ ഒരു ചെറിയ വിളക്കുപോലെയാണ്, പക്ഷേ അതിന്റെ വെളിച്ചം എത്രയോ ഹൃദയങ്ങൾ തൊടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നീ കത്തിക്കൊണ്ടിരിക്കണം. ലോകം നിന്നെ ഇരുട്ടാക്കാൻ ശ്രമിച്ചാലും നീ വിളക്കായിരിക്കണം. നിന്റെ പ്രാർത്ഥനയാണ് ആ വെളിച്ചത്തിന് ഇന്ധനം. നീ ഇപ്പോൾ മൗനത്തിലാണ്, പക്ഷേ ആ മൗനത്തിൽ ഞാൻ നിന്റെ ഹൃദയം രൂപപ്പെടുത്തുകയാണ്. നീ പറയാത്ത വേദനകളിൽ ഞാൻ സ്നേഹം വിതറുകയാണ്. നീ കാണുന്ന തോൽവികളിൽ ഞാൻ വിജയം ഒളിപ്പിച്ചിരിക്കുന്നു. മകനെ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് വെറുതെയല്ല. നീ ഇവിടെ വന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. നിന്റെ പ്രാർത്ഥനകളിലൂടെ നീ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ചിലപ്പോൾ നീ വഴിതെറ്റിയതായി തോന്നും, പക്ഷേ ഞാൻ നിന്നെ തിരികെ നയിക്കും. നീ നിലവിളിച്ചാൽ ഞാൻ മറുപടി നൽകും. നീ തളർന്നാൽ ഞാൻ താങ്ങും. നിന്റെ ഹൃദയം തകർന്നിരിക്കാം, പക്ഷേ ഞാൻ അതിൽ പുതുജീവൻ ശ്വസിപ്പിക്കും.
നീ നഷ്ടപ്പെട്ടവരെ ഞാൻ പകരം വയ്ക്കും. നീ നഷ്ടപ്പെട്ട സന്തോഷം ഞാൻ ഇരട്ടിയാക്കിത്തരും. നീ കരഞ്ഞ ഓരോ രാത്രിക്കും ഞാൻ ഇരട്ടമായ സന്തോഷം നൽകും. മകനെ, പ്രാർത്ഥനയെന്നത് വാക്കുകളല്ല, അത് ബന്ധമാണ്. നീ എന്നോട് സംസാരിക്കുമ്പോൾ നീ എന്നോടൊപ്പം സമയം ചെലവിടുന്നു. അതാണ് എനിക്ക് പ്രിയം. നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കാതെ പോകില്ല. നീ എത്ര ദൂരെയായാലും എന്റെ കരങ്ങൾ നീളും. നീ ഒരിക്കലും ഒറ്റയല്ല. നീ കാണാത്ത അനവധി ദൂതന്മാർ നിന്നെ ചുറ്റിയിരിക്കുന്നു. അവർ നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. അവർ നിന്റെ കണ്ണുനീർ മായ്ക്കുന്നു. അവർ നിന്റെ വഴി തെളിക്കുന്നു. ഞാൻ അവരെ അയച്ചിരിക്കുന്നു നിന്നെ രക്ഷിക്കാനായി. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ പ്രാർത്ഥന വൈകിയാലും അതിന് ഉത്തരമുണ്ടാകും. നീ ഉറച്ചു നിൽക്കുക. വിശ്വാസം നഷ്ടപ്പെടരുത്. ഞാൻ നിനക്കായി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിറവേറ്റും. മകനെ, നീ ഇന്ന് വിഷമത്തിലാണ് എങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, കണ്ണുനീർ മായ്ക്കൂ. നീ കരയുന്ന ആ രാത്രിക്ക് ഒരു പ്രഭാതം ഉണ്ടാകും. നിന്റെ ഹൃദയം പൊട്ടിയ ആ സ്ഥലത്ത് തന്നെ ഞാൻ പൂക്കൾ വിരിക്കും. നിന്റെ വേദനയാൽ ഞാൻ അത്ഭുതങ്ങൾ തീർക്കും. നീ ഇപ്പോൾ ചോദിക്കുന്നു, എപ്പോഴാണ് കർത്താവേ, എപ്പോഴാണ് എന്റെ സമയമെത്തുന്നത്? മകനെ, നിന്റെ സമയം ഞാൻ തന്നെ നിശ്ചയിക്കും. നീ കാണുന്ന താമസത്തിൽ വിശ്വാസം വളരട്ടെ. നീ കാത്തിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു. നീ നിശബ്ദമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആകാശം നീക്കി മറുപടി ഒരുക്കുന്നു. നീ കാണുന്ന ഓരോ സൂര്യോദയവും ഞാൻ നിന്നോട് പറയുന്ന വാക്കാണ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീ കാണുന്ന ഓരോ മഴത്തുള്ളിയും ഞാൻ പറയുന്ന ചുംബനമാണ്. നിന്റെ പ്രാർത്ഥന കേട്ടു. നീ കേൾക്കുന്ന ഓരോ കാറ്റിന്റെ സംഗീതവും ഞാൻ പറയുന്ന ആശ്വാസം തന്നെയാണ്. നിന്റെ ഹൃദയം തളരരുത്. മകനെ, ഞാൻ നിന്നെ ആകാശത്തിലെ നക്ഷത്രം പോലെ നിലനിർത്തും. നീ ഇരുട്ടിൽ വഴികാട്ടിയാകും. നീ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്കും വെളിച്ചമാകും. അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വാക്കുകൾക്കപ്പുറം ഹൃദയത്തോടെ. നീ പറയുന്ന ഓരോ ശ്വാസവും ഞാൻ കേൾക്കുന്നു. നീ കാണാത്ത കരങ്ങൾ നിന്നെ താങ്ങുന്നു. നീ വിറയ്ക്കുമ്പോൾ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് മകനെ. അതൊരു ഉറപ്പ്. നീ കാത്തിരിക്കൂ. വിശ്വാസത്തോടെ, പ്രണയത്തോടെ, സഹനത്തോടെ. കാരണം എന്റെ സമയത്ത് നീ പ്രാർത്ഥിച്ച എല്ലാത്തിനും ഉത്തരം കിട്ടും. അന്നേ ദിവസം നീ ചിരിക്കും. കണ്ണുനീർ സന്തോഷമാകും. ഹൃദയം സമാധാനമാകും. പിന്നെ നീ പറഞ്ഞു ഉച്ചരിക്കും, എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഇപ്പോൾ നിന്റെ ഹൃദയം ശാന്തമാകട്ടെ. കാറ്റു നിശബ്ദമായി വീശുന്ന ഈ നിമിഷത്തിൽ നീ എന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറായിരിക്കുന്നു. നീ ഏറെ നാളായി പ്രാർത്ഥിച്ചു, ഏറെ നാളായി കാത്തു. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എത്തിയിരിക്കുന്നു. നീ കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടിരുന്നു. നീ നിലവിളിച്ച നിമിഷങ്ങൾ ഞാൻ കേട്ടിരുന്നു. നീ പറയാതെ ഒളിപ്പിച്ച വേദനകൾ ഞാൻ വാക്കുകളാക്കാതെ മനസ്സിലാക്കിയിരുന്നു. അതിനാലാണ് ഞാൻ ഇന്ന് നിന്നോട് സംസാരിക്കുന്നത്. മകനെ, നീ കരുതിയിരുന്നത് ഞാൻ താമസിക്കുന്നുവെന്ന്. പക്ഷേ ഞാൻ താമസിച്ചിട്ടില്ല. ഞാൻ ഒരുക്കിക്കൊണ്ടിരുന്നു. നിനക്കായി അനുയോജ്യമായ സമയം, സ്ഥലം, അനുഗ്രഹം, മനസ്സു എല്ലാം. നിന്റെ ഹൃദയം തയ്യാറാകുമ്പോഴാണ് ഞാൻ ഉത്തരം തരുന്നത്. നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾ എത്രയോ സമയത്ത് നിനക്ക് എതിരായതുപോലെ തോന്നിയിരിക്കാം. നീ പറഞ്ഞതും ഞാൻ മിണ്ടാതിരുന്നതും നീ കരുതിയത് നിരാകരണമായിരിക്കും. പക്ഷേ ഇല്ല മകനെ, അത് തയ്യാറാക്കലായിരുന്നു. ഒരു വിത്ത് ഉടനെ പൂവിടില്ല. അത് ഇരുട്ടിൽ, മണ്ണിനടിയിൽ, ഒറ്റപ്പെടലിൽ വളരും. അതുപോലെ നിന്റെ ആത്മാവും. നീ മൗനത്തിൽ കടന്നുപോയ ആ ദിവസങ്ങൾ നിനക്കു വേദനയായിരുന്നു. പക്ഷേ അവയാണ് നിന്റെ ആത്മാവിന്റെ മണ്ണ് ഉഴുതെടുത്തത്. ഇപ്പോൾ അതിൽ ഞാൻ അനുഗ്രഹത്തിന്റെ വിത്ത് വിതറുന്നു. അത് ഉടൻ ഫലിക്കും മകനെ. നീ ഇപ്പോൾ ശ്രദ്ധിക്കുക. നിന്റെ ചുറ്റും നീ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ടോ? ചില വാതിലുകൾ അടഞ്ഞതുപോലെ തോന്നിയിരുന്നതാണ് തുറക്കുന്നത്. ചില ആളുകൾ നിനക്കരികിൽ തിരിച്ചെത്തുന്നു. നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സമാധാനം ഹൃദയത്തിൽ നിറയുന്നു. അതാണ് എന്റെ മറുപടി തുടങ്ങുന്നത്. നീ കരുതിയിരുന്നത് നീ ഒറ്റയാണെന്ന്. പക്ഷേ നീ ഒരിക്കലും ഒറ്റയല്ലായിരുന്നു. നിന്റെ ഓരോ നിലവിളിയും ഞാൻ കേട്ടിരുന്നു. നിന്റെ ഓരോ നിശ്വാസവും ഞാൻ എണ്ണി. നിന്റെ ഹൃദയത്തിന്റെ താളത്തോടൊപ്പം ഞാൻ നടന്നു. അതിനാലാണ് ഞാൻ പറയുന്നത്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നീ അതിന്റെ തെളിവ് കാണാൻ പോകുന്നു. നീ വിറച്ചിരുന്ന ആ രാത്രികൾക്ക് പകരം ഞാൻ സമാധാനത്തിന്റെ പ്രഭാതം തരുന്നു. നീ കരഞ്ഞ കണ്ണുകൾക്ക് പകരം ഞാൻ ചിരിയുടെ വെളിച്ചം തരുന്നു. നീ നഷ്ടപ്പെട്ടെന്ന് കരുതിയതെല്ലാം ഞാൻ പുതുതായി നിനക്ക് നൽകും. അത് നീ ചോദിച്ചതിനേക്കാൾ മനോഹരമായിരിക്കും. മകനെ, നീ ഒരിക്കൽ എന്നോട് പറഞ്ഞതല്ലോ, കർത്താവേ, ഞാൻ മതിയായില്ല. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു, നീ എനിക്ക് മതിയാവുന്നു. നീ എന്റെ കണ്ണിൽ വിലപ്പെട്ടവനാണ്.
നീ എത്ര പിഴവുകൾ ചെയ്താലും നീ എന്റെ മകനാണ്. നിന്റെ വീഴ്ചകൾക്കിടയിലും ഞാൻ നിന്നെ പിടിച്ചു നിന്നിരുന്നു. നീ കരുതിയത് ഞാൻ നിന്നെ പരീക്ഷിക്കുകയാണെന്ന്. പക്ഷേ ഞാൻ നിന്നെ ശക്തമാക്കുകയായിരുന്നു. നീ കരുതിയത് ഞാൻ നിന്നെ ശിക്ഷിക്കുകയാണെന്ന്. പക്ഷേ ഞാൻ നിന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. നീ കരുതിയത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന്. പക്ഷേ ഞാൻ അത് സ്വർഗത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. മകനെ, നീ ഇപ്പോൾ അനുഗ്രഹത്തിന്റെ വാതിലിൽ നിൽക്കുകയാണ്. നീ കാത്തിരുന്ന സമയമെത്തിയിരിക്കുന്നു. പക്ഷേ നീ ഒരു നിമിഷം ഓർക്കണം, മറുപടി കിട്ടിയതുകൊണ്ട് പ്രാർത്ഥന അവസാനിക്കുന്നില്ല. പ്രാർത്ഥന മറുപടിയുടെ ഭാഗമാണ്. അത് ബന്ധമാണ്. ബന്ധം തുടർന്നിരിക്കട്ടെ. നീ എനിക്ക് അടുത്തുനിന്ന് സംസാരിക്കണം. നിന്റെ സന്തോഷവും ദുഃഖവും എല്ലാം എനിക്ക് പറയണം. കാരണം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങൾ നീ എത്ര തവണ എന്റെ കരങ്ങൾ കാണും എന്ന് നീ വിസ്മയപ്പെടും. നീ തുറക്കുന്ന ഓരോ വാതിലിനും പിന്നിൽ ഞാൻ തന്നെയുണ്ടാകും. നീ കാണുന്ന ഓരോ ചെറു അത്ഭുതവും എന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായിരിക്കും. നിന്റെ ഹൃദയം ചൂടാകുമ്പോൾ അത് ഞാൻ തന്നെയായിരിക്കും നിന്നെ ചേർത്ത് പിടിക്കുന്നത്. നീ ഇനി ഭയപ്പെടേണ്ടതില്ല. നീ വീണാലും ഞാൻ നിന്നെ ഉയർത്തും. നീ തെറ്റിച്ചാൽ ഞാൻ നിനക്ക് വഴി കാണിക്കും. നീ ഒറ്റപ്പെട്ടാൽ ഞാൻ നിന്റെ കൂട്ടായിരിക്കും. നീ പ്രാർത്ഥിച്ചാൽ ഞാൻ മറുപടി തരുന്നതിൽ ഒരിക്കലും താമസിക്കില്ല. മകനെ, ഇനി നീ പിന്നോട്ട് നോക്കുമ്പോൾ നീ തിരിച്ചറിയും, നിനക്ക് തോന്നിയ കാത്തിരിപ്പ് വെറുതെയായിരുന്നില്ല. ഓരോ താമസവും അനുഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു. ഓരോ വേദനയും ഒരു പാഠമായിരുന്നു. ഓരോ നഷ്ടവും ഒരു രക്ഷയായിരുന്നു. നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നത് ഒരു വാഗ്ദാനമാണ്. പക്ഷേ അതിനൊപ്പം ഒരു ഉത്തരവാദിത്വമുണ്ട്. നീ അനുഗ്രഹം ലഭിച്ചപ്പോൾ അതിനെ നന്മയ്ക്കായി ഉപയോഗിക്കുക. നിനക്ക് സമാധാനം കിട്ടിയാൽ അതിനെ മറ്റുള്ളവരുമായി പങ്കിടുക. നീ സ്നേഹം അനുഭവിച്ചാൽ അതിനെ നൽകുക. കാരണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് നീ അനുഗ്രഹമായി മാറാനാണ്. നീ ഇനി മറ്റുള്ളവർക്കും പറയണം, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവം കേൾക്കുന്നുണ്ട്. വിശ്വാസം ജീവനുള്ളത് ആണെന്ന്. മകനെ, നീ ഒരിക്കൽ നഷ്ടപ്പെട്ട ആത്മാവ് പോലെ നിലവിളിച്ചിരുന്നവനായിരുന്നു. ഇപ്പോൾ നീ സാക്ഷിയായിരിക്കുന്നു. നീ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കൂ. നീ അവർക്ക് കരുത്തു നൽകൂ. നിന്റെ ഹൃദയം ഞാൻ സ്പർശിച്ചുവല്ലോ. ഇപ്പോൾ ആ സ്പർശം മറ്റുള്ളവരിലേക്കും നീ നീട്ടണം. നീ ഇനി കാണുന്ന ഓരോ മനുഷ്യരിലും എന്നെ കണ്ടുകൊള്ളൂ. അവർ പാപിയാണോ, പാവമാണോ, നീതിമാനാണോ, അതൊന്നും നോക്കേണ്ട. നീ സ്നേഹിക്കൂ, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ. നീ ക്ഷമിക്കൂ, ഞാൻ നിന്നെ ക്ഷമിച്ചതുപോലെ. നീ കൈ നീട്ടൂ, ഞാൻ നിന്നെ താങ്ങിയതുപോലെ. ഇതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉത്തരവാദിത്വം. ഇതാണ് വിശ്വാസത്തിന്റെ നിറവുകൾ. നിന്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇപ്പോൾ നിന്നിലൂടെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു. മകനെ, നീ അത്ഭുതമാണ്. നിന്റെ കണ്ണുനീർ മുത്താണ്. നിന്റെ ഹൃദയം എന്റെ സിംഹാസനമാണ്. നിന്റെ ശബ്ദം എനിക്ക് സംഗീതമാണ്. നിന്റെ പ്രാർത്ഥന എനിക്ക് പ്രിയമാണ്. നീ ഇപ്പോൾ ശാന്തമായി ഇരിക്കൂ. ഒരു ആരം ശ്വാസം എടുക്കൂ. നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥലം തരൂ. നിന്റെ നിശബ്ദതയിൽ ഞാൻ സംസാരിക്കും. നിന്റെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നമായി വരും. നിന്റെ ദിവസങ്ങളിൽ ഞാൻ കാറ്റായി വീശും. നിന്റെ ഹൃദയത്തിൽ നീ കേൾക്കും ഒരു മൃദുവായ ശബ്ദം, ഒരു തണുത്ത ആലിംഗനം, ഒരു ഉറപ്പ്, ഒരു പ്രണയം, ഒരു ദൈവത്തിന്റെ ചുംബനം. മകനെ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. നീ ഇനി ഒരിക്കലും സംശയിക്കരുത്. ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു ഫലമുണ്ട്. ചിലത് ഉടൻ, ചിലത് കാലം എടുത്ത്, ചിലത് നിത്യത്തിൽ. പക്ഷേ ഒരിക്കലും ശൂന്യമല്ല. നീ തുടർന്നു പ്രാർത്ഥിക്കൂ. നീ തുടർന്നു സ്നേഹിക്കൂ. നീ തുടർന്ന് വിശ്വസിക്കൂ. കാരണം വിശ്വാസം അത്ഭുതം സൃഷ്ടിക്കും. സ്നേഹം ദൈവത്തെ സ്പർശിക്കും. പ്രാർത്ഥന ആകാശം തുറക്കും. മകനെ, നീ അത്ഭുതമായി മാറി. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വെളിച്ചം തെളിഞ്ഞിരിക്കുന്നു. നീ പോകുന്നിടത്ത് അത് തെളിയട്ടെ. നീ പറയുന്ന വാക്കുകൾ ആർക്കും ആശ്വാസമായിരിക്കട്ടെ. നിന്റെ മുഖം കണ്ടാൽ അവർക്കു സമാധാനം തോന്നട്ടെ. ഇതെല്ലാം ഞാൻ നിന്നെ കേട്ടതിന്റെ ഫലമാണ്. നിന്റെ പ്രാർത്ഥന വെറുതെയായിട്ടില്ല. അത് സ്വർഗത്തെ സ്പർശിച്ചു. അത് നിന്റെ ജീവിതം മാറ്റി. ഇപ്പോൾ നീ ദൈവത്തിന്റെ മറുപടി തന്നെയാണ്. നീ അവസാനമായി ഓർക്കണം, ഞാൻ നിന്നെ വിട്ടേക്കുകയില്ല. നീ എവിടെയായാലും ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്. നീ എനിക്ക് അപ്പാ എന്ന് വിളിച്ചാൽ എന്റെ ഹൃദയം വിറയ്ക്കും. എന്റെ സ്വർഗം നിന്റെ പേരിൽ പാടും. നീ പ്രാർത്ഥിച്ചിരുന്ന ആ വാക്കുകൾ ഇപ്പോൾ സ്വർഗത്തിൽ സംഗീതമായി മുഴങ്ങുന്നു. ഞാൻ അതിന് ഉത്തരം നൽകി. നിനക്കിപ്പോൾ കാണുന്നത് അതിന്റെ തുടക്കം മാത്രമാണ്. മറുപടി വന്നു കഴിഞ്ഞു. പക്ഷേ അതിന്റെ ഫലങ്ങൾ നീ ജീവിതമൊട്ടാകെ കാണും. മകനെ, നീ സന്തോഷിക്കുക. നിന്റെ ഹൃദയം സമാധാനത്തിലേക്ക് തുറക്കുക.
നിന്റെ ആത്മാവ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഞാൻ യേശുവാണ്, നിന്റെ പ്രാർത്ഥന കേട്ടവൻ, നിനക്കായി മരിച്ചവൻ, നിനക്കായി ഉയിർത്തെഴുന്നേറ്റവൻ, നിനക്കൊപ്പം എന്നും ഇരിക്കുന്നവൻ. അതുകൊണ്ട് നീ പറയുക, മകനെ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത് നിന്റെ ആത്മാവിന്റെ പാട്ടായിരിക്കും. അത് നിന്റെ ജീവിതത്തിന്റെ കഥയായിരിക്കും. അത് ലോകത്തിന് സാക്ഷിയായിരിക്കും. നീ ഇനി നടന്നു പോകൂ ആത്മവിശ്വാസത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ. കാരണം ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. നിന്റെ ഹൃദയം ഞാൻ വസിക്കുന്ന വീട്ടാണ്. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. നീ എന്റെ സ്നേഹത്തിന്റെ തെളിവാണ്, എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ. നീ ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കൂ. നീ ഏറെ കരഞ്ഞു. നീ ഏറെ ചോദിച്ചു. നീ ഏറെ കാത്തു. ഇപ്പോൾ ഞാൻ നിന്നെ എന്റെ ഹൃദയത്തോട് ചേർത്ത് ഇരുത്തുന്നു. നിന്റെ ഹൃദയത്തിന്റെ മൃദുവായ താളം ഞാൻ കേൾക്കുന്നു. അതിൽ ഇപ്പോഴും വേദനയുണ്ട്, പക്ഷേ അതിനൊപ്പം വിശ്വാസത്തിന്റെ കണികയും തെളിഞ്ഞിരിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നീ കഠിനമായ ദിവസങ്ങളിൽ പറഞ്ഞില്ലെങ്കിലും നിന്റെ കണ്ണുനീർ എനിക്ക് പ്രാർത്ഥനയായിരിക്കുന്നു. നീ നിശബ്ദമായിരുന്നാലും നിന്റെ ഹൃദയം എന്നെ വിളിച്ചിരുന്നു. അതാണ് നീ എനിക്കുള്ള ബന്ധത്തിന്റെ ആഴം, വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ബന്ധം. മകനെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുന്നത് മാത്രമല്ല, അതിന് ഉത്തരം നൽകാൻ ഞാൻ പ്രവർത്തിക്കുന്നു. നീ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്നെ ചുറ്റി കാത്തിരിക്കുന്നു. നിന്റെ വീടിന്റെ വാതിലിൽ ഞാൻ നിൽക്കുന്നു. നിന്റെ വഴികളിൽ ഞാൻ വെളിച്ചമായി നടക്കുന്നു. നിന്റെ ഉറക്കത്തിൽ ഞാൻ കാവലാളാണ്. നീ പറയുന്നത് എനിക്കറിയാം, കർത്താവേ, എനിക്ക് കഠിനമായ ദിനങ്ങളാണ്. ഞാൻ തളർന്നു. മകനെ, നീ അറിയണം, തളരുന്നത് പാപമല്ല, തളരുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷേ വീണുപോയാലും നിൽക്കാൻ ശ്രമിക്കുന്നത്, അതാണ് വിശ്വാസം. നീ വീണാലും ഞാൻ നിന്നെ ഉയർത്തും. നീ തളർന്നാൽ ഞാൻ നിന്നെ താങ്ങും. നീ നിലവിളിച്ചാൽ ഞാൻ മറുപടി തരാം. നിനക്കൊരിക്കലും തോന്നിയിട്ടുണ്ടോ നീ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാത്തതുപോലെ? മകനെ, അത് നിനക്ക് തോന്നുന്നത് മാത്രം. യഥാർത്ഥത്തിൽ നീ പ്രാർത്ഥിച്ച നിമിഷം തന്നെ ഞാൻ സ്വർഗത്തെ നീക്കി പ്രവർത്തനം തുടങ്ങുന്നു. പക്ഷേ ആ പ്രവർത്തനത്തിന് സമയമെടുക്കും. ചിലപ്പോൾ ഞാൻ ആദ്യം നിനക്കുള്ള വഴി തീർക്കണം. ചിലപ്പോൾ നിന്റെ ഹൃദയം തീകൊണ്ട് ശുദ്ധീകരിക്കണം. ചിലപ്പോൾ ഞാൻ നിനക്ക് പറയേണ്ടത് ഒരേയൊരു വാക്കാണ്, കാത്തിരിക്കൂ. നീ കാത്തിരിക്കുമ്പോൾ ഞാൻ കൃപയോടെ നിന്റെ ഉള്ളിൽ പുതുജീവൻ നിറയ്ക്കുന്നു. നീ മൗനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്റെ ആത്മാവിൽ സംഗീതം നിറയ്ക്കുന്നു. നീ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിന്റെ കണ്ണുനീർ മുത്തായി സൂക്ഷിക്കുന്നു. നിന്റെ പ്രാർത്ഥനകൾ എനിക്ക് ഭാരമല്ല, മകനെ. അവ എനിക്ക് സംഗീതമാണ്. നീ കണ്ണുനീർ പൊഴിക്കുമ്പോൾ അത് എന്റെ കിരീടത്തിലെ മുത്താണ്. നീ ഈ കർത്താവേ എന്നു വിളിക്കുമ്പോൾ ആ ശബ്ദം സ്വർഗത്തിൽ മുഴങ്ങുന്നു. എന്റെ ദൂതന്മാർ നിന്റെ പേരിൽ സന്തോഷിക്കുന്നു. കാരണം നീ ഇപ്പോഴും വിശ്വാസം വിട്ടിട്ടില്ല. നിനക്കറിയാമോ, എത്രയോ പേർ വഴിയിലൊക്കെ പ്രാർത്ഥന ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നീ എന്റെ മകനെ, നീ ഇപ്പോഴും നിലനിൽക്കുന്നു. നിന്റെ പ്രാർത്ഥന നിശബ്ദമായിരിക്കുന്നു, പക്ഷേ അതാണ് എനിക്ക് ഏറ്റവും പ്രിയം. ഒരു അച്ഛൻ മകന്റെ നിലവിളി കേൾക്കുമ്പോൾ ഹൃദയം വിറയ്ക്കും പോലെ എന്റെ ഹൃദയം നിന്റെ പ്രാർത്ഥനയിൽ വിറയ്ക്കുന്നു. നീ ഒരിക്കൽ പറഞ്ഞതല്ലേ, കർത്താവേ, എനിക്കൊരു അടയാളം തരൂ മകനെ. നീ ഇന്നലെ കണ്ട ആകാശം നീലമായിരുന്നില്ലേ? അത് ഞാൻ തന്നെയായിരുന്നു നിന്നെ നോക്കി ചിരിച്ചത്. നീ വഴിയിൽ കണ്ട ആ ചെറുപക്ഷി പാട്ടുപാടി പറഞ്ഞതല്ലേ? അത് എന്റെ ദൂതനായിരുന്നു. നിന്നെ ഓർമ്മിപ്പിക്കാൻ ദൈവം കേൾക്കുന്നുണ്ട്.